അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റമദാൻ നിരന്തര പ്രാർത്ഥനകളുടെ കാലമാണ്. പ്രാർത്ഥനയാണ് അള്ളാഹുവുമായുള്ള ബന്ധത്തെ സജീവമാക്കി നിർത്തുന്നത്. അള്ളാഹു നമ്മളെ പ്രത്യേകമായി പരിഗണിക്കുന്നതും നമ്മിൽ നിന്നും അവനിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളെ പരിഗണിച്ചാണ്. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്തു പരിഗണന നൽകാനാണ് എന്ന് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്കറിയാം. എങ്കിൽ പിന്നിട്ടു കഴിഞ്ഞ ദിനങ്ങളിൽ കരുണാവാരിധിയായ റബ്ബിനോട് നാം എത്രമാത്രം ഇതിനകം പ്രാർത്ഥിച്ചു. എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു വാക്കു തന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു പ്രവാചക വചനമുണ്ട്. അള്ളാഹു ലജ്ജാശീലനും ഔദാര്യവാനുമാണ്. ഒരു ദാസൻ ഒരാവശ്യവുമായി തൻ്റെ നേർക്ക് കൈ ഉയർത്തിയിട്ട് ആ കൈകളെ ഒന്നും നൽകാതെ തിരിച്ചുവിടുന്നതിൽ അള്ളാഹുവിനു ലജ്ജയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ലജ്ജ എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അവനത് സ്വീകരിക്കുന്നതാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനകളിലൂടെ പടച്ചവനുമായി നിരന്തരം ബന്ധം പുലർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.